ഇപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് അഭിലാഷ് മോഹൻ നമ്മളോടൊപ്പമുണ്ട്. അഭിലാഷ്, അടുത്ത നിമിഷങ്ങളിൽ തന്നെ വിലാപയാത്ര അവിടേക്ക് എത്തും എന്നത് കാത്തിരിക്കുകയാണ് അവിടെയുള്ള മനുഷ്യരെല്ലാവരും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? എത്രത്തോളം തയ്യാറെടുപ്പുകൾ അവിടെയുണ്ട്? എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് വിലാപയാത്ര? മാധു, അമ്പലപ്പുഴയിൽ വലിയ ജനക്കൂട്ടമാണ്. പുറക്കാട് കഴിഞ്ഞ് അമ്പലപ്പുഴ വലിയ ജനസഞ്ചയത്തിനിടയിലൂടെയാണ് VS അച്യുതാനന്ദൻ വരേണ്ടത്. ഇപ്പോൾ പുറക്കാട് ആണ് ഉള്ളത്. വിലാപയാത്ര മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. VSന്റെ സമരപഥങ്ങളിൽ കർമ്മമണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വിലാപയാത്ര. അതുകൊണ്ട് സമയത്തെ സംബന്ധിക്കുന്ന യാതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും വലിയ ജനസഞ്ചയം, അത്രയും വലിയ ജനക്കൂട്ടമാണ് VSനെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരും ഇന്നലെ രാത്രി 1 മണിക്കും പുലർച്ചെ 2 മണിക്കും ഒക്കെ ഇവിടെ എത്തി ഇങ്ങനെ VSന്റെ വീടിന്റെ പരിസരത്ത് നോക്കി നിൽക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവരിപ്പോൾ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. ഇനി കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇവിടേക്ക് എത്താൻ വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ പാതയോരങ്ങളിൽ VSന്റെ സമരമുദ്രകൾ ചിതറിക്കിടക്കുന്ന പാതയോരങ്ങളിൽ നിറയെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായൊരു സമയം പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. VS ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിലാപയാത്രയും വീടും തമ്മിലുള്ള ദൂരം വളരെ ചെറുത് മാത്രമാണ്. പക്ഷേ വലിയ ജനക്കൂട്ടം, വലിയ ജനസഞ്ചയം, ഒരു നാടാകെ തങ്ങളുടെ പ്രിയപുത്രനെ നെഞ്ചേറ്റു വാങ്ങാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇവിടെ. ഈ വീട്ടിൽ ഇപ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുണ്ട്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുതിർന്ന നേതാവ് G സുധാകരൻ, മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ P പ്രസാദ്, അതുപോലെ തന്നെ മന്ത്രി R ബിന്ദു അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി DC ഓഫീസിലാണുള്ളത്. മുഖ്യമന്ത്രി ഇവിടേക്ക് വരും എന്ന നിലയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും റെഡ് വോളണ്ടിയർമാരും അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് വാഹനത്തിൽ വീടിനകത്ത് വരെ എത്തുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. ഇവിടെ വലിയ വടങ്ങളൊക്കെ കെട്ടി ഈ ബാരിക്കേഡുകൾ ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ് റെഡ് വോളണ്ടിയർമാർ ഉള്ളത്. അത്ര വലിയ ജനക്കൂട്ടമാണ്. ഹൈവേ വരെ നീളുന്ന വിധത്തിൽ വലിയ ജനസഞ്ചയം. പോരാളികളുടെ പോരാളിയായ VSനെ നെഞ്ചേറ്റു വാങ്ങുന്ന ആലപ്പുഴയുടെ ജനത. ഇതിപ്പോ ഇവിടെ പുന്നപ്രയിലെ വീട്ടിൽ 10 മിനിറ്റ് നേരം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. അതിനുശേഷമാണ് വടക്കൻ ജില്ലകളിൽ നിന്നടക്കം VSന്റെ മണ്ഡലമായ മലമ്പുഴയിൽ നിന്ന്, കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒഴുകി ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ഇവിടെ എത്തി. ഇവിടെ തമ്പടിച്ച് ഇവിടെ തന്നെ നിന്ന് ഭക്ഷണം പോലും കഴിക്കാതെ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവർ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവാണ് VS എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യങ്ങൾക്ക് വിരാമമില്ല. ഇതിനൊക്കെ ശേഷം VSന്റെ മൃതദേഹവുമായുള്ള VSന്റെ വിലാപയാത്ര ഇവിടേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. കാരണം അത്രമേൽ വലിയ ജനക്കൂട്ടമാണ് അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടുള്ള വഴികളിലെല്ലാം അമ്പലപ്പുഴ VS അച്യുതാനന്ദനെ നിയമസഭയിലേക്ക് അയച്ച, ആദ്യമായി VSനെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് VS അച്യുതാനന്ദൻ പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയ ജനാബലി ഇവിടെ ഉണ്ട്. VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, VSന് വേണ്ടി അവസാനമായി മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിക്കാൻ ഇരമ്പിയാർക്കുന്ന ആയിരങ്ങളെ നമുക്ക് ഈ പാതയോരങ്ങളിൽ എല്ലാം കാണാം. ഇത് പുന്നപ്രയുടെ മണ്ണാണ്. VSനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മനുഷ്യരുടെ മണ്ണാണ്. പുന്നപ്രയ്ക്ക് ഇങ്ങനെയേ VSനെ യാത്രയയക്കാൻ കഴിയുള്ളൂ. ഇനിയും സമയം എടുക്കും വിലാപയാത്രകൾ എത്താൻ. റെഡ് വോളണ്ടിയർമാർ ഇപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് കടന്നു വരാനുള്ള വഴി സുഗമമാക്കുകയാണ്. ഈ VSനെ തൊട്ടറിയുന്ന VSന്റെ സ്വന്തം നാട്ടുകാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുണ്ട്, പുന്നപ്രക്കാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുണ്ട്, ആലപ്പുഴക്കാർക്ക് അന്തിമോപചാരം അർപ്പിക്കാനുണ്ട്. പക്ഷേ ദൂരദേശങ്ങളിൽ നിന്ന് VS എന്ന ഒരൊറ്റ വികാരത്തെ മാത്രം നെഞ്ചേറ്റി വന്ന ആയിരങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. വൈകാരിക തീവ്രമായ അന്തരീക്ഷം നമ്മൾ ഇന്നലെയോ മിനിയാന്നോ കണ്ടതിന്റെ പാരമ്യമാണ് ഇന്ന് കാണുന്നത്. സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ എത്തുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റുവാങ്ങുകയാണ് ആലപ്പുഴ VSനെ. VS അച്യുതാനന്ദനെ പിറന്ന മണ്ണ് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ട് ഒരു വലിയ ജനസാഗരമായി മാറിയിരിക്കുന്നു. VS അച്യുതാനന്ദനെ സ്വീകരിക്കുക എന്നൊരൊറ്റ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അഭിലാഷ് മോഹൻ സൂചിപ്പിച്ചതുപോലെ വിലാപയാത്ര കടന്നു പോകുന്ന മേഖല ഇനി അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയും പുന്നപ്ര വീടും തമ്മിൽ വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല. പക്ഷേ കടന്നു പോരേണ്ടതൊരു വലിയ കടലിനെയാണ്. ആ കടലിന്റെ അലകൾ മനുഷ്യന്റെ ഹൃദയം കൊണ്ട് നിർമ്മിതമാണ്. ആ അലകൾ ഭേദിച്ച് വേണം VS അച്യുതാനന്ദനെ മടങ്ങി വരാൻ. എല്ലാ കാലത്തും അദ്ദേഹം ഒന്ന് വീശിയടിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ആകാശത്തോളം ഉയർന്ന ജനസഞ്ചയമാണ് അത്. അദ്ദേഹം പറഞ്ഞ ഇടത്തേക്ക്, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ദിശകളിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് ഒരേ മനസ്സോടുകൂടി
ചുരുട്ടിവെച്ച മുഷ്ടികളുമായി മുദ്രാവാക്യങ്ങളുമായി അണിനിരന്ന മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ഇടയിലൂടെ അവരുടെ വലിയ വലയം ഭേദിച്ചു വേണം VS അച്യുതാനന്ദന്, ആലപ്പുഴയുടെ പ്രിയപുത്രന്, പുന്നപ്രയുടെ വീരനായകന് അന്ത്യയാത്ര പൂർത്തീകരിക്കാൻ. അദ്ദേഹത്തോടൊപ്പം ഓരോ അടിയും ഈ അവസാന നിമിഷവും വെച്ചു മുന്നേറുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഖാക്കൾ.